സുബ്ഹാനഹു പട്ടം പോലെ പഠിക്കാനുള്ള തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നലെ നമ്മൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു. നേരായ മാർഗത്തിലേക്ക്, സത്യമായ പാതയിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ, ഞങ്ങൾക്ക് നീ മാർഗനിർദ്ദേശം നൽകണമേ എന്ന് ആയത്താണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഏതാണ് നേരായ മാർഗം, ഏത് വഴിയിലൂടെയാണ്, ഏത് മാർഗത്തിലൂടെയാണ് നമ്മെ സഞ്ചരിപ്പിക്കേണ്ടത് എന്ന് വിശുദ്ധമായ ഈ സൂറത്തിൽ തന്നെ അതിന്റെ അവസാനമായി പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇഹ്ദിന എന്ന് പറഞ്ഞാൽ അത് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ തഫ്സീർ നൽകിയത് ഐ അർഷിദ്നാ ഇലൽ ഹിദായത്തി വസദ്ദിദ്നാ അലൈഹാ, ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കുകയും അതിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണമേ എന്നാണ് അതിന്റെ അർത്ഥം. സിറാത്ത് എന്ന് പറഞ്ഞാൽ അത്വരീഖു വൽ മൻഹജ്, വഴി, മാർഗം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. മുസ്തഖീം എന്ന് പറഞ്ഞാൽ ചൊവ്വായ മാർഗം, ഋജുവായ മാർഗം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലദീ ലാ യഅ്വിജാജ ഫീഹി, അതിൽ ഒടിവോ വളവോ ഒന്നും തന്നെയില്ല. ആ രീതിയിൽ അല്ലാഹുവിനെ സ്തുതിച്ച് ഇലാഹി കാരുണ്യത്തെ പുകഴ്ത്തി വിചാരണ നാളിനെ അനുസരിച്ച് തന്റെ ആരാധനകൾ ആ റബ്ബിനാണെന്ന് പ്രഖ്യാപിച്ച ശേഷം ഉടമസ്ഥനായ അല്ലാഹുവിനോട്, ഉടമയോട് തന്റെ അടിമ ഏറ്റവും വലിയ ആഗ്രഹം തുറന്നു പറയുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഋജുവായ ഒടിവും വളവുമില്ലാത്ത നേരായ മാർഗത്തിലൂടെ, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ എന്ന് അല്ലാഹുവിനോട് നാം പ്രാർത്ഥിക്കുകയാണ്. ആമന്തു ബില്ലാഹി വബിറസൂലിഹി, അല്ലാഹുവിലും അവന്റെ പ്രവാചകരിലും നമ്മൾ കൃത്യമായി അടിയുറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ അടിയുറച്ച് വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്താണ് ആവശ്യം എന്ന് ചോദിക്കൂ, ആ ആവശ്യപ്പെടുന്നത് നിനക്ക് ഞാൻ തരാമെന്ന് വിശുദ്ധമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം, ഒരു അടിമ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയുമത്രേ, ഖാല ഹാദാ ബൈനി വ ബൈന അബ്ദി വൽ അബ്ദി മാ സഅൽ, അത് എന്റെയും ഉടമയുടെയും അടിമയുടെയും ഇടയിലുള്ള കാര്യമാണ്. എന്നാൽ വലി അബ്ദി, എന്റെ അടിമക്കുണ്ട് മാ സഅൽ, അവൻ ചോദിച്ചത് എന്താണോ അത് അവർക്ക് ഞാൻ നൽകുമെന്ന് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഫഇന്നി ഖരീബ്, തീർച്ചയായും ഞാൻ അവന്റെ അടുത്തു തന്നെയുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, അവൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, അവൻ എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 186-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കും. അങ്ങനെ നിങ്ങൾ ഇജാബത്തിന് വേണ്ടി എന്നോട് പറയുകയും അതുപോലെ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരെ തീർച്ചയായും ഞാൻ സന്മാർഗ നിർദ്ദേശം നൽകുമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നാം ഹിദായത്ത് ചോദിക്കുകയാണ്. എല്ലാ നിസ്കാരത്തിലും അല്ലാഹുവിനോട് തേടേണ്ടത് ഹിദായത്തിന് വേണ്ടിയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നതുകൊണ്ട് അതാണ്
5 നേരവും അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ നാം പ്രാർത്ഥിക്കുന്നത്, ഏത് നിസ്കാരം നാം നിസ്കരിക്കുകയാണെങ്കിലും സുന്നത്തായാലും ഫർദായാലും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ഒഴിച്ചുകൂടാൻ കഴിയുക. അതെന്തായാലും പറയാം. അങ്ങനെ ഹിദായത്തിന്റെ മാർഗമാണ് മാനവരക്ഷയ്ക്ക് സഹായകമായത്. അതുകൊണ്ട് മാത്രമേ അവർക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്യവിശ്വാസിക്ക് ഭൗതിക ലക്ഷ്യങ്ങളല്ല ചോദിക്കാനുള്ളത്, പാരത്രികമായ ലക്ഷ്യങ്ങളാണ്. പണവും പ്രതാപവും കാലാകാലവും നിലനിൽക്കില്ല എന്നും അതുണ്ടായിട്ട് രക്ഷയുമില്ല എന്നും എപ്പോഴും കൂടെ വേണ്ടത് ഹിദായത്താണ് എന്നുമാണ് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നത്. അതാണ് റബ്ബിനോട് ചോദിക്കേണ്ടത്. വൽ മുഅ്മിനു ലാ യത്ലുബു ദുനിയ അബദൻ. ഒരു കാലത്തും ഒരു മുഅ്മിനായ സത്യവിശ്വാസി, അചഞ്ചലമായ വിശ്വാസമുള്ള ഒരു മനുഷ്യൻ, അവൻ ദുനിയാവിനെ ഒരിക്കലും തന്നെ അന്വേഷിക്കുകയില്ല, തേടുകയില്ല. എന്താ കാരണം? മനുഷ്യനിക്കുള്ള യഥാർത്ഥമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് പരലോകത്താണ്. ولا أن يمتلك عبارة مثلا لأنه يعلم أن كل هذا وقتي. സമ്പത്ത് നൽകിയാലും ഉപജീവന മാർഗങ്ങൾ നൽകിക്കൊണ്ടവർക്ക് ധാരാളം സമ്പത്ത് നൽകിയാൽ തന്നെ അത് നിശ്ചിതമായ കാലം വരെ നിലനിൽക്കുകയുള്ളൂ. അതിൽ എല്ലാ കാലത്തും നിലനിൽക്കുകയില്ല. വക്തീയ സമയപരിധിയുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് രാവിലെ മുഅ്മിൻ, വൈകുന്നേരം കാഫിറാവുന്ന കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഹിദായത്ത് റബ്ബിൽ നിന്ന് തന്നെ കിട്ടേണ്ടതാണ്, അല്ലാതെ മറ്റാരും തരുകയില്ല. എത്ര വലിയ ആളായിരുന്നാലും ഹിദായത്ത് നഷ്ടപ്പെടുന്നത് ഭയപ്പെടേണ്ടതാണ്. ഹിദായത്ത് എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ മൂലധനമാണ്. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു മൂല്യവും നമുക്കുണ്ടാവുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. ഹിദായത്ത് പോയപ്പോൾ ബൽആം ഇബ്നു ആമിർ എന്ന് പറയുന്ന മനുഷ്യന്റെ പട്ടിയുടെ വില പോലും ഇല്ലാതെയായ ചരിത്രം, അതുപോലെ ഇബ്ലീസിന് അവന്റെ സ്ഥാനം നഷ്ടപ്പെട്ടത്, സ്വർഗം നഷ്ടപ്പെട്ടത്, ഇതാണ് ഹിദായത്ത് ഇല്ലാതെയായപ്പോൾ സംഭവിച്ചത്. അതുപോലെ ഖാറൂൻ ഭൂമിയിലേക്ക് ആണ്ടുപോയി. എന്താ കാരണം? അവൻക്കില്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആ മനുഷ്യൻ ഖാറൂൻ എന്ന് പറയുന്നത്, സമ്പത്ത് അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് സമ്പത്ത് ഉണ്ടാവാൻ പ്രാർത്ഥിക്കാൻ പറയുകയും 2 വട്ടം വേണ്ട, സമ്പത്തുണ്ടായ പിന്നെ നീ അള്ളാഹുവിനെ മറക്കുമെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയും ചെയ്തു. വീണ്ടും വന്നപ്പോഴാണ് പ്രാർത്ഥിച്ചത്. ഒരു ആടുകളായി, ഒട്ടകങ്ങളായി ഒരുപാട് ധാരാളം സമ്പത്തുകൾ. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തെ ചുമക്കാൻ അതിന് പ്രത്യേകമായ ഒട്ടകങ്ങളുടെ ചാവി ചുമക്കാൻ അത്രമാത്രം സമ്പത്തുണ്ടായ വിഷയം സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചു. അതുകൊണ്ട് അള്ളാഹുവിന്റെ ക്ഷാമം, അള്ളാഹുവിന്റെ ലഅനത്ത് അവന്റെ മേലുണ്ടാവുകയാണ്. ഖാറൂൻ, അങ്ങനെയാണ് ഖാറൂൻ നശിപ്പിക്കപ്പെട്ടത്. എന്താ ചെയ്തത്? ഭൂമിക്കടിയിലേക്ക് നേരെ ചപ്പാത്തി മറിച്ചിടുന്നത് പോലെ മറച്ചിട്ടു. അവന്റെ കൊട്ടാരവും എല്ലാം അതിന്റെ അടിയിലേക്ക് പോയി. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയിട്ടില്ല എങ്കിൽ എത്ര വലിയ സമ്പത്തുണ്ടായിട്ടോ, വലിയ പണക്കാരനായിട്ടോ, സമ്പന്നനായിട്ടോ കാര്യമില്ല എന്ന് ഈ ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹിദായത്തിന് വേണ്ടി, പണത്തിനും പ്രേമത്തിനും വേണ്ടി മതവിശ്വാസം കളയാൻ ആളുകൾ, ഇപ്പോഴത്തെ ജനങ്ങൾ, അധികം ആളുകളും പണത്തിനും പ്രണയത്തിനും വേണ്ടി ഹിദായത്ത് നഷ്ടപ്പെടുന്നു. നേരായ ശരിക്കുമുള്ളവന്റെ പ്രാർത്ഥന ഹിദായത്ത്, നിസ്കാരം കൃത്യമായി നിസ്കരിക്കാത്തവൻ നിസ്കരിക്കുമ്പോൾ തന്നെ അവന്റെ മനസ്സിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ പ്രത്യേകമായ ചിന്തയൊന്നുമില്ല. അങ്ങനെ നിസ്കരിക്കും, സലാം കൊണ്ടും പോകും, എണീച്ചോടും. ഹിദായത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് അള്ളാഹു അത് സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ അവന്റെ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. ശ്വാസം കളയാൻ ആളുകൾക്കൊരു മടിയുമില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
പ്രവചനം വലിയ മുന്നറിയിപ്പാണ് നമുക്ക്. മഹാനായിരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, വാദിറു ബിൽ അഅമാലി ഫിതനൻ ബിദഇൽ ലൈലിൽ മുസ്ലിമി യുസ്ബിഹു റജുലുൻ മുഅ്മിനൻ വയുംസി കാഫിറ ഔ യുംസി മുഅ്മിനൻ വയുസ്ബഹു കാഫിറ യബീഉ ദീനഹു ബിഅർദിൻ മിനദ് ദുനിയ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ അമലുകൾ കൊണ്ട് ഫിതനയുണ്ടാകുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ രാവിലെ മുഅ്മിനായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോൾ കാഫിറാകുന്നു, വൈകുന്നേരം മുഅ്മിനായ മനുഷ്യൻ രാവിലെ ആകുമ്പോൾ കാഫിറാകുന്നു. എന്നവന്റെ ദീനിനെ വിൽക്കുന്നു. ദുനിയാവിന്റെ അഭിമാനത്തിന് വേണ്ടി ദീനിനെ പോലും വിൽപ്പന നടത്തുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഹിദായത്ത് തരണമേ, ഹിദായത്ത് ഞങ്ങൾ നീക്കം ചെയ്യരുതേ. വലിയ ആളുകൾ പോലും ഹിദായത്ത് നഷ്ടപ്പെട്ട് പരാജയപ്പെട്ട കാര്യം നാം വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ഹിദായത്ത് ലഭിച്ചതിന് ശേഷം അതിൽ നിന്ന് പിന്മാറി പോകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നിരാശകരമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഹിദായത്ത് റബ്ബിന്റെ തൗഫീഖാണ്. അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് വെറും വേസ്റ്റായി മാറുമെന്നതാണ് നമ്മെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇന്ന റജുല മിൻകും ലയഅമലു ഹത്താ യകൂന ബൈനഹു വബൈനൽ ജന്നത്തി ദിറാ വയസ്ബിഖു അലൈഹി കിതാബഹു വയഅമലു ബിഅമലി അഹ്ലിൻ നാർ വയഅമലു ഹത്താ മാ യകൂനു ബൈനഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഒരു മനുഷ്യൻ അവൻ അമൽ ചെയ്യുന്നു, സ്വർഗ്ഗത്തിന്റെയും അവന്റെയും ഇടയിൽ ഒരു മുഴം മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്ത് അവന്റെ കിതാബ് കൊണ്ടുവരപ്പെടുന്നു. നരകാവകാശികളുടെ പ്രവർത്തനമാണ് അവൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിയിൽ അവൻ അതിലേക്ക് തള്ളപ്പെടുന്നു. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഹിദായത്തും ആരോഗ്യവും എപ്പോഴും നാം ദുആ ചെയ്യേണ്ട വിഷയമാണ്. അല്ലാഹുമ്മ ഇന്നാ അസ്അലുകൽ ഹിദായത വൽ ആഫിയ. ഹിദായത്തിനെയും ആഫിയത്തിനെ, ആരോഗ്യത്തെയും നാം അല്ലാഹുവിനോട് തേടണമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹിദായത്ത് ലഭിക്കാൻ വേണ്ടി നാം ഈ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസ്സിൽ അതിന്റെ അർത്ഥം ചിന്തിക്കലോടുകൂടെ, അർത്ഥം മനസ്സിലാക്കലോടുകൂടെ നാം അത് പറയുമ്പോൾ നമുക്കതിനൊരു ബലമുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ തന്നെ നമുക്ക് പഠിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആരുടെ മാർഗത്തിലാണ് ഹിദായത്തിലാക്കാൻ പറഞ്ഞത്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. സിറാത്തുൽ ലദീന, ഒരു കൂട്ടരുടെ വഴി, ഒരു കൂട്ടരുടെ മാർഗം, ഒരു കൂട്ടരുടെ പാത. ഏതാണ് പാത? അൻഅംത അലൈഹിം, നീ അവരുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. നീ അനുഗ്രഹം ചൊരിഞ്ഞ ഒരാളുടെ മാർഗത്തിൽ, ഒരു കൂട്ടരുടെ മാർഗത്തിലേക്കാണ് ഞങ്ങളെ നീ നയിക്കേണ്ടത്, ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകേണ്ടത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നീ കോപിച്ചവരുടെ മാർഗത്തിലല്ല. വലദ്ദാല്ലീൻ, അതുപോലെ നീ വഴിവിലപ്പിച്ചവരുടെ മാർഗത്തിലുമല്ല. അല്ലാത്ത നിന്റെ യഥാർത്ഥ നീ അനുഗ്രഹിച്ച മാർഗം ഏതാണോ ആ മാർഗത്തിലേക്ക് ഞങ്ങൾ നീ നയിക്കണമേ. ഇവിടെ ഈ ആയത്തോതുമ്പോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സുക്കൂനായ മീമ്, സാക്കിനായ മീമിന്റെ ശേഷം വാവ്, അതുപോലെ ഫാ, ഈ രണ്ട് അക്ഷരങ്ങൾ വന്നാൽ മീമ് ഇല്ലാതെയാവുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. മീമ അവ്യക്തമായി പോകാൻ പാടില്ല. വൈദിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറയുമ്പോ മീമില്ലാതെ വളരെ കൃത്യമായ മീമ് ചുണ്ട് കൂടിയിട്ടുണ്ട് എന്ന് ഓർമ്മിക്കണം. വൈദിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, അലൈഹിം വലദ്ദാല്ലീൻ,
ചുണ്ട് കൂട്ടിയിട്ട് തുറക്കണം വാവ് പറയണമെങ്കിൽ, അല്ലെങ്കിൽ മീം അവ്യക്തമായി പോകും. അവിടെ ഇദ്ഹാർ ചെയ്തു എന്ന് കൃത്യമായി നമ്മൾ ഓത്തിൽ ഉറപ്പിക്കണം, അല്ലെങ്കിൽ എന്താകും, മീം ഇല്ലാതെയായി പോകും. അപ്പോൾ ആ ആയത്തില്ലാതെയായി പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നബിയിൽ ഓർമ്മിപ്പിച്ചതാണ്. അപ്പൊ നമ്മളെ എല്ലാം അള്ളാഹു അനുഗ്രഹം ചെല്ലുന്ന മഹാന്മാരുടെ പാതയിൽ നടത്തേണമേ എന്നാണ് നാം എല്ലാവരും പതിവായി സൂറത്തുൽ ഫാത്തിഹയിലൂടെ, ഈ സൂക്തത്തിലൂടെ നാം പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിച്ച മഹാന്മാരാരാണെന്നും അള്ളാഹു കോപിച്ചവരാരാണെന്നും വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂറത്ത് മറ്റൊരു സൂറത്തിലെ ഒരായത്ത് കാണാം, وَمَن يُطِعِ اللَّهَ وَالرَّسُولَ فَأُولَٰئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِم مِّنَ النَّبِيِّينَ وَالصِّدِّيقِينَ وَالشُّهَدَاءِ وَالصَّالِحِينَ وَحَسُنَ أُولَٰئِكَ رَفِيقًا. മറ്റൊരു ആയത്തിൽ അല്ലാഹു പറയാണ്, അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ട് കഴിഞ്ഞാൽ ആ വിഭാഗം ആളുകൾ മഅല്ലദീന, ഒരു കൂട്ടരോടുകൂടെയാണ്. ഏതാണ് ആ കൂട്ടര്? അൻഅമല്ലാഹു അലൈഹിം, അവരുടെ മേൽ അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. ആ അനുഗ്രഹം ചൊരിഞ്ഞ വിഭാഗം ആരൊക്കെയാണ്? മിനൻ നബിയ്യീൻ, പ്രവാചകന്മാർ, വസ്സുദ്ദീഖീൻ, സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിഭാഗമുള്ള സുദ്ദീഖീങ്ങളായ ആളുകൾ, വശുഹദാഇ, അതുപോലെ തന്നെ ശുഹദാക്കൾ, വസ്വാലിഹീൻ, സജ്ജനങ്ങളായ ആളുകൾ. ഈ 4 വിഭാഗമാണ് അള്ളാഹു അനുഗ്രഹിച്ച വിഭാഗം എന്ന് വളരെ വ്യക്തമായി ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ആ അള്ളാഹു അനുഗ്രഹിച്ച ഈ വിഭാഗത്തിലേക്കാണ് നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നത്. ഈ വിഭാഗത്തിലാക്കേണമേ എന്നാണ്. ഇവരുടെ പാതയിൽ നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരുടെ പാതയിലാണ് ഞങ്ങൾ നയിക്കേണ്ടത് എന്നാണ് ദിവസവും സൂറത്തുൽ ഫാത്തിഹയിലൂടെ നാം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പാത നമ്മെ പഠിപ്പിക്കുന്നു. ഇമാം ഖുർതുബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മഗ്ദൂബി അലൈഹിം, ഈ കോപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്നൽ മഗ്ദൂബ അലൈഹിമുൽ യഹൂദ്, അത് ജൂതന്മാരാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികളാണെങ്കിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശുദ്ധമായ ഖുർആൻ ഇറങ്ങിയപ്പോൾ അതിൽ വിശ്വസിക്കാതെ ദുർബലപ്പെട്ടു പോയ അതേ മൂസാ നബിയിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് നടന്ന വിഭാഗമാണ് ജൂതന്മാർ. ഏറ്റവും കൂടുതൽ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ജൂതന്മാർ എന്ന് പറയുന്നത്. അവരാണ് മഗ്ദൂബി അലൈഹിം. ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, നീ കോപിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ വഴി നടത്തരുത്, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ വഴി നടത്തേണമേ. അപ്പൊ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞാൽ ആരാണ്? യഹൂദികളാണ്, ജൂതന്മാർ. അതുപോലെ തന്നെ വഴിപിഴച്ചവർ എന്ന് പറയുന്നത് ആരാണ്? നസ്വാറ, ക്രിസ്ത്യാനികളാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിക്കാത്ത, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുരിശിലേറ്റിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, ദുർബലപ്പെട്ടു പോയ അവരുടെ കിതാബിൽ വിശ്വസിക്കുന്ന ആളുകൾ, മുത്തനബിയിൽ വിശ്വസിക്കാത്ത മറ്റൊരു വിഭാഗം ആളുകളാണ് നസാറാക്കൾ എന്ന് പറയുന്നത്, ക്രിസ്ത്യാനികൾ. ഈ 2 വിഭാഗമാണ്. ഈ 2 വിഭാഗമല്ലാത്ത, അള്ളാഹു കോപിച്ചവരുമല്ല, അവരുടെ മേൽ അള്ളാഹു കോപിച്ചിട്ടുമില്ല, അവരെ അള്ളാഹു വഴിവേൽപ്പിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു പാതയിലേക്ക് നീ അനുഗ്രഹിച്ച നബിമാരുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും പാതയിലേക്ക്, മാർഗത്തിലേക്ക് ഞങ്ങൾ നീ വഴി നടത്തേണമേ എന്ന് ദിവസവും നാം പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആനിന്റെ പ്രയോഗം അള്ളാഹുവിൽ നിന്നുള്ള കോപം കൊണ്ടവർ മടങ്ങിപ്പോയി, അള്ളാഹു അവരുടെ മേൽ കോപിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനികളെ കുറിച്ച്, ക്രൈസ്തവരെ കുറിച്ച് ഖുർആനിന്റെ പ്രയോഗം പറയുന്നത്
അവർ വഴിപിഴച്ചു, ഒരുപാട് ആളുകളെ വഴിപ്പിക്കുകയും ചെയ്തു. നേരായ മാർഗത്തെ തൊട്ടവർ വഴിപിഴച്ചിരിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ അവരെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ജൂതന്മാരെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും. അങ്ങനെ നമ്മൾ എന്ന് പറഞ്ഞവിടെ നിർത്തി. ശേഷം നമ്മൾ എന്ത് പറയും? ആമീൻ എന്ന് പറയും. ആമീൻ എന്ന് പറയണ്ട. ആമീൻ ആമീൻ അത്ര നീട്ടൽ കൂടിയാണ് പ്രശ്നമാണ്. ഫാത്തിഹ സൂറത്തിന്റെ ആയത്തുകളും അവയുടെ സവിശേഷങ്ങളും അതുപോലെ അർത്ഥങ്ങളും എല്ലാം നാം മനസ്സിലാക്കി കൃത്യമായി നാം മനസ്സിലാക്കുകയും വീണ്ടും വീണ്ടും അത് കേട്ട് മനസ്സിലാക്കുകയും ചെയ്യണം. സാധാരണയായി ഫാത്തിഹയ്ക്ക് ശേഷം നാം ആമീൻ എന്ന് ചൊല്ലാറുണ്ട്. വളരെ ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനാ വചനമാണ് ആമീൻ എന്ന് പറയുന്നത്. ആമീൻ പറയുന്നതിലൂടെ വലിയ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാനും പാപമോചനം നേടാനും ആമീൻ നമ്മെ സഹായിക്കുന്നു. ആമീൻ അള്ളാഹുവെ നീ ഉത്തരം ചെയ്യ് എന്നാണ് അതിന്റെ അർത്ഥം. ആമീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്തജിബ്, നീ ഉത്തരം ചെയ്യണമേ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ സ്വഹാബികൾ ഉറക്കെ ആമീൻ പറയുമായിരുന്നു. അവരുടെ ആമീനിന്റെ ശബ്ദഗാംഭീര്യത്താൽ പള്ളികൾ പ്രകമ്പനം കൊള്ളുമായിരുന്നു എന്ന് കാണാം. ആമീൻ പറയാൻ നാം പിശുക്ക് കാണിക്കരുത്. മറ്റുള്ള ആളുകൾക്ക് അതുകൊണ്ട് ഫലമുണ്ടാകും. നമുക്ക് വേണ്ടെങ്കിലും മറ്റുള്ള ആളുകൾക്ക് ആമീൻ കൊണ്ട് ഫലമാണ്. അത് വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടാണ് ആമീൻ പറയാനൊരു മടി വരുന്നത്. അപ്പോ വിശ്വാസികൾ ആവേശത്തിൽ ആമീൻ പറയും. നമ്മുടെ മുൻഗാമികൾ ആമീൻ പറയാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതാ കാലത്തെ ഇമാം പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമീൻ, നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് ആമീൻ പറയൂ. യുഹ്ബിബുക്കുമുല്ലാഹു, അല്ലാഹു നിങ്ങളോട് ഇഷ്ടപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇമാം ഓതുന്നത് കേട്ട് കഴിഞ്ഞാൽ ആമീൻ പറയണം. ആ ആമീനിലൂടെ നമ്മൾ ആ പ്രാർത്ഥിച്ചതിന്റെ ഫലം നമുക്ക് ലഭിക്കുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു, ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങളും ആമീൻ പറയുവിൻ. മൻ വാഫഖ തഅ്മീനുഹു തഅ്മീനൽ മലായിക, ഇമാമിന്റെ ആമീൻ എന്ന് പറയുന്നത് മലക്കുകളുടെ ആമീനോട് യോജിച്ചുകൊണ്ടാണ്. അങ്ങനെ ഇമാമിന്റെ ആമീനും പിന്നെ മഅ്മൂമിന്റെ ആമീനും യോജിച്ചു വന്നാൽ അത് മലക്കുകളുടെ ആമീന്റെ ഒപ്പമായി കഴിഞ്ഞാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു പൊറുക്കപ്പെടുമെന്ന് മഹാന്മാർ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഫാത്തിഹ വളരെ കൃത്യമായി മനസ്സിലാക്കണം. അതിന്റെ ഓരോ ആയത്തുകളും ജീവിത പ്രകാരം തന്നെ തെറ്റുകൂടാതെ പഠിക്കാനും ഇടക്കിടക്ക് ഓതി നോക്കുവാനും നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിസ്കാരത്തിലും അതുപോലെ ദുആഇന്റെ സമയത്തും നിങ്ങൾക്ക് ഞാൻ ആമീൻ നൽകിയിരിക്കുന്നു. ലം യുഹദ അഹദുൻ ഖബ്റൻ ഇല്ലാ അൻ യകൂന മൂസ കാന മൂസ യദ്ഉ വ ഹാറൂൻ യുഅമ്മിനു ഫഖ്തിമു ദുആ ബിആമീന ഫഇന്നല്ലാഹ യസ്തജീബു ലക്കും. എനിക്ക് നിസ്കാരത്തിലും അതുപോലെ പ്രാർത്ഥനയിലും ആമീൻ ചൊല്ലാൻ നൽകപ്പെട്ടു. എനിക്ക് മുമ്പ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഒഴികെ മറ്റാർക്കും തന്നെ അത് നൽകപ്പെട്ടിട്ടില്ല എന്ന് മുത്തനബികൾ പറയുമായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും ഹാറൂൻ നബി അലൈഹിസ്സലാം ആമീൻ പറയുകയും ചെയ്യുമായിരുന്നു. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ അതിന് ആമീൻ ചൊല്ലി അവസാനിപ്പിക്കണേ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നു. ഫഇന്നല്ലാഹ യസ്തജീബു ലക്കും. അങ്ങനെ നിങ്ങൾ ആമീൻ പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. മാ ഹസത്തുകുമുൽ യഹൂദു അലാ ശൈഇൻ മാ ഹസത്തുകും അൽ സലാമി വൽ തഹ്മീദ്. മുത്തനബി പഠിപ്പിക്കുന്നു, ജൂതന്മാർ സലാമിന്റെ പേരിലും ആമീന്റെ പേരിലും
മുസ്ലിമീങ്ങളോട് അസൂയ വെച്ചതുപോലെ മറ്റൊരു കാര്യത്തിലും അവർ അസൂയ വെച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർത്ഥമറിഞ്ഞ് ആവേശത്തോടു കൂടി ആമീൻ പറയാൻ മഹാന്മാർ ആമീൻ എന്ന വചനത്തിന് പല അർത്ഥങ്ങളും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആമീൻ പറയാൻ നാം മടി കാണിക്കരുത്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് തുല്യമാണ് ആമീൻ പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ മുത്തുനബിയോട് ചോദിച്ചു, ആമീന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. മാ മഅന ആമീൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആമീൻ എന്നാൽ അതിന്റെ ആശയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റബ്ബി ഫഅൽ, റബ്ബേ നീ അത് ചെയ്യ് എന്നാണ് അതിന്റെ അർത്ഥം. ഇമാം ജൗസരി തങ്ങൾ പറയുന്നു, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് റഹിമഹുല്ലാഹ് മഅന ആമീൻ, അപ്രകാരം ഉണ്ടാവട്ടെ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഇമാം ജൗസരി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു. ഇമാം ഖുർബി തങ്ങൾ പറയുന്നു, തുഹയ്യിബ് റജാഅന, ഞങ്ങളുടെ നീട്ടിയ കരങ്ങൾ നീ തട്ടിമാറ്റരുത്, ഞങ്ങളുടെ പ്രതീക്ഷ നീ തട്ടിക്കളയരുത് എന്നാണ് അതിന്റെ അർത്ഥമെന്ന് അദ്ദേഹം പറയുന്നു. ഇമാം ഖുർബി തങ്ങൾ പറയുന്നു, ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹി തആല, ആമീൻ എന്നുള്ളത് അല്ലാഹുവിന്റെ ഒരു പേരാണ്. മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹു മുസ്തജിബ് ലനാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ എന്നാണ്. ആമീൻ ദറജത്തുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു പദവിയാണ് ആമീൻ എന്നും ചില മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഒരുമിച്ച് കൂടിയതുപോലെ അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഓരോരുത്തരുടെയും എല്ലാ അമലുകളും കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുന്ന കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. കഴികൾ പൊന്തിക്കുവാൻ വളരെ കൃത്യമായി ഉയർത്തിപ്പിടിച്ച് നെഞ്ചിന്റെ നേരെ വെച്ചുകൊണ്ട് തന്നെ ആമീൻ പറയാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്തതും എല്ലാവിധ സൽക്രമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടതും ജീവിതത്തിൽ പകർത്താൻ സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. صلوا على النبي المصطفى محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت